വാർത്തകളിലേക്ക്. തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതി അമിത് ഒറാങ് പിടിയിൽ. തൃശൂർ മാളയ്ക്ക് സമീപം വേലാടൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. പ്രതിയെ ഉടൻ കോട്ടയത്തെത്തിക്കും. ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, കഴിഞ്ഞ ദിവസം തന്നെ SP പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരാളെക്കുറിച്ച് സംശയമുണ്ട്, മുൻ ജീവനക്കാരനാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അയാൾ തന്നെയാണോ ഈ അമിത്? എങ്ങനെയാണ് കൊല നടത്തിയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഈ പ്രാഥമിക ചോദ്യം ചെയ്യലോ മറ്റോ നടന്നോ? അമൃത, നാടിനെ ഞെട്ടിച്ച തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു. അസം സ്വദേശി അമിത് ഒറാങ്ങിനെ തൃശൂർ മാളയ്ക്ക് സമീപമുള്ള മേലാടൂരിൽ നിന്നുമാണ് കോട്ടയത്തു നിന്നുള്ള അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് ഇന്നലെ തന്നെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. മുമ്പ് നടത്തിയ മോഷണ കേസിലെ വിരലടയാളവും കഴിഞ്ഞ ദിവസം കൊലപാതകം നടന്ന വീട്ടിലെ വിരലടയാളവും ഒന്നാണെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. കൂടാതെ ഇയാളുടെ ഭൗതികമായ സാന്നിധ്യം ഈ സ്ഥലങ്ങളിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. ഈ വീട് നിരീക്ഷിച്ചതടക്കമുള്ള ചില നിർണായകമായ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രതി ഇയാളെന്ന് പോലീസ് ഉറപ്പിക്കുകയും അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വരെ വ്യാപിപ്പിക്കുകയും ചെയ്തത്. വിവിധ സംഘങ്ങൾ ബാംഗ്ലൂരും അതോടൊപ്പം അസമും ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ സംസ്ഥാനത്തുടനീളം ഇയാൾക്കെതിരെ പോലീസിന്റെ കോട്ടയത്തു നിന്നുള്ള പോലീസ് സംഘം വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ അല്പസമയത്തിനകം കോട്ടയത്ത് എത്തിക്കും. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ ഒരു തൊഴിലാളി ക്യാമ്പിൽ ഇയാൾ എത്തിയെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അവിടെ നിന്നുമാണ് ഇയാളെ പിടികൂടിയെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച് വിശദമായ ഒരു വാർത്താ സമ്മേളനം കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം 10 മണിക്ക് ശേഷം നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാളെ നിലവിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണല്ലോ ഇയാളെ പിടികൂടിയത്. എപ്പോഴും അവിടെ തന്നെയാണോ ഉള്ളത്? കോട്ടയത്തേക്ക് എപ്പോഴായിരിക്കും എത്തിക്കുക? അന്വേഷണ സംഘം എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട്? ഗാന്ധിനഗർ SIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ തൃശ്ശൂരിൽ നിന്നും അവർ കോട്ടയത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് നിയമ സാങ്കേതിക നടപടികളൊന്നും തൃശ്ശൂരിൽ പൂർത്തിയാക്കേണ്ടതില്ല. അതുകൊണ്ട് വേഗത്തിൽ കോട്ടയത്ത് എത്തിക്കുകയും അതിനുശേഷം വൈദ്യപരിശോധന, മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള പ്രധാനപ്പെട്ട നടപടിക്രമം. കൂടാതെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട്, എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത്, എന്താണ് ഇതിന്റെ കൃത്യത്തിലേക്ക് നയിച്ച മറ്റ് കാരണങ്ങൾ, എങ്ങനെയാണ് ഇയാൾ ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ ഇയാളോട് അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയത്ത് ഇയാൾ ഒളിവിൽ താമസിച്ച ലോഡ്ജിലാണ്. ഈ ലോഡ്ജിലാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ താമസിച്ചത്. കഴിഞ്ഞ 3 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു ഇയാൾ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ച അയാൾ ഇവിടെ എത്തി, പ്രതിയായ അമിത് ഒറാങ് ഇവിടെ എത്തി. അതിനുശേഷം അമിത് ഒറാങ് പിന്നീട് പല ദിവസങ്ങളിൽ ഈ കൊല നടന്ന വീടിന് സമീപത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കൃത്യം നടന്ന അന്ന് രാവിലെ തിങ്കളാഴ്ച ആണ് ഇവിടെ നിന്നും അയാൾ റൂം വെക്കേറ്റ് ചെയ്ത് പുറത്തു പോയത്. ഇവിടെ നിന്നുള്ള നിർണായക CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. അതിനുശേഷം തൊട്ട് സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞാണ് ഇയാൾ കൃത്യം നടത്തിയതും പിന്നീട് ട്രെയിൻ മാർഗം തൃശ്ശൂരിലേക്ക് കടന്നതെന്നുമാണ് പോലീസ് അനുമാനിക്കുന്നത്. എന്തായാലും പോലീസിന്റെ പല സംഘങ്ങളും ഇയാൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ഇയാൾ വലിയ രീതിയിൽ ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ വൈദഗ്ധ്യമുള്ള ആളാണ്. ജോസി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ തന്നെയാണ് കോട്ടയത്ത് നടന്നിരിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ലോഡ്ജ് എടുക്കുന്നു, അതിനുശേഷം പല സമയത്തായി ഈ വീട് നിരീക്ഷിക്കുന്നു. 1 അല്ല 2 കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ മോഷണം പോയിട്ടുണ്ട്. ഈ വളർത്തുനായയ്ക്ക് മയക്കുമരുന്ന് നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ഈ കൃത്യം നടത്തിയതായിട്ടാണോ കരുതുന്നത്? അതല്ല ഇയാൾക്ക് ആരെങ്കിലും സഹായികൾ ഉണ്ടായതായി അന്വേഷണ സംഘം കരുതുന്നുണ്ടോ നിലവിൽ? ഇയാൾ കൃത്യം ഒറ്റയ്ക്ക് നടപ്പിലാക്കിയെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. മറ്റെന്തെങ്കിലും ഒളിവിൽ താമസിക്കാനോ ഇവിടെ നിന്നും കടന്നു കളയാനോ അല്ലെങ്കിൽ ആയുധങ്ങൾ ശേഖരിക്കാനോ അത് കൈവശപ്പെടുത്തുവാനോ ഒക്കെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, വീടിനകത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് ആദ്യഘട്ടത്തിലൊക്കെ പോലീസിന് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോഡ്ജിൽ താമസിച്ച് മുറിയെടുത്ത്
കൃത്യമായി ഈ വിജയകുമാറിന്റെയും മീരയുടെയും വീടിന് സമീപത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. വിജയകുമാറിനോട് അമിത് തൊറാങ്ങിന് വലിയ ശത്രുതയുണ്ട്. അമിത് തൊറാങ് നേരത്തെ വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് അതിൽ നിന്നും 90,000-ഓളം രൂപ ഓൺലൈനായി തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായിരുന്നു. ആ കേസിൽ അറസ്റ്റിലായി ഈ ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഇയാൾ പുറത്തിറങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അമിത് തൊറാങ്ങിന് വിജയകുമാറിനോട് ശത്രുതയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് മതിൽ ചാടി വീട്ടിലെത്തി ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നതായും പോലീസിന് വിവരമുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത്. ഇതിന്റെ ശത്രുത എന്ന നിലയിൽ ഇയാൾ ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയത്. കൂടാതെ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഇയാളുടെ മുൻപ് കേസിൽ അറസ്റ്റിലായപ്പോൾ എടുത്ത വിരലടയാളവും കഴിഞ്ഞ ദിവസം കൊലയ്ക്ക് ഉപയോഗിച്ച മഴുവിൽ നിന്നും ലഭിച്ച വിരലടയാളവും ഒന്നാണെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. കൂടാതെ മറ്റ് സാഹചര്യ തെളിവുകളും ഇയാളിലേക്ക് വിരൽ ചൂണ്ടി. തുടർന്നാണ് ഇയാളെ അന്വേഷിച്ച് വ്യാപകമായ തെരച്ചിൽ പോലീസ് നടത്തിയത്.